നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് വരുന്നുണ്ട്. ആദ്യം തന്നെ ഉണ്ണികൃഷ്ണന്റെ അറസ്റ്റാണ്. നമുക്ക് അതിലേക്ക് വിശദമായ ചർച്ചയിലേക്ക് വരാം. അതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേരളത്തിൽ വേണ്ട ദിവസം കൂടിയായിരുന്നു. പക്ഷേ അദ്ദേഹം വിചാരിച്ചിരുന്നു ബഹ്റൈനിൽ യാത്ര അല്ലെങ്കിൽ വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഈ ഒരു ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിലേക്ക് തന്നെ ഒന്ന് ഒതുങ്ങും എന്ന് കരുതിയിരുന്നു. ഏകദേശം അത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നാട്ടിലായിരുന്നാലും ബഹ്റൈനിലായിരുന്നാലും പിണറായിക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കുമെന്ന മട്ടിലാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ബഹ്റൈനിൽ പോയി പ്രവാസികളെ ഒന്ന് കൈയെടുക്കാം, സോപ്പിടാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം 2017 പ്രഖ്യാപനങ്ങൾ ഓരോന്നും എണ്ണി ചോദിച്ചുകൊണ്ട് എവിടെ അതൊക്കെ നടപ്പാക്കിയത് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കൃത്യമായി തന്നെ പല സംഘടനകളും പ്രവാസികളുടെ ഈ സംഗമത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യമാണല്ലോ ഉണ്ടാകുന്നത്. അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പെട്ടുപോകുന്ന സാഹചര്യമല്ലേ കാണുന്നത്. 2017 മുഖ്യമന്ത്രി എന്ന് പോയത്. അത് വലിയ എന്താ പറയുക, അവർക്ക് കൊടുക്കേണ്ട പലവിധ ആനുകൂല്യങ്ങളും പലവിധ ഘോരമായിട്ട് അങ്ങ് തള്ളി മറിക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തിലൊക്കെ നമുക്കറിയാം, പിണറായി വിജയൻ്റെ ആദ്യ ഭരണ സമയത്ത് പിണറായി വിജയൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു കോളിലൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ കൂടി എന്താ പറഞ്ഞാൽ അവിടെ ഒരു ഓളം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ LDF സർക്കാർ ആദ്യം അങ്ങോട്ട് ഭരണത്തിലേക്ക് കയറിയപ്പോൾ ഉള്ളൊരു ഓളം ഉണ്ടായിരുന്നു. പിന്നെ അത് തണുത്ത് കോവിഡൊക്കെ വന്നു കഴിഞ്ഞ് രണ്ടാം പിണറായിയുടെ ഒരു തരംഗം വന്നപ്പം സ്റ്റേജുകൾ ആളുകളെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ബിരിയാണി മാത്രമല്ല എന്തും കൊടുത്ത് തൊഴിൽ മറ്റേ ഹരിതകർമ്മ സേനയും ഈ പറയുന്ന ചേച്ചിമാരെയൊക്കെ എങ്ങനെ അംഗനവാടി ടീച്ചേഴ്സിനെ എന്ന് വേണ്ട ആശാ വർക്കേഴ്സിനെ എല്ലാവരെയും കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റേജിൽ നിറയ്ക്കാൻ പാടുപെടുന്ന CPM പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കും. അത് അവരുടെ ഗതികേടല്ലാതെ എന്ത് പറയാൻ. പിന്നെ ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ് വേടൻ്റെ പരിപാടി വരെ ഇട്ടേക്കുന്നത് കണ്ട. അങ്ങനെയെങ്കിലും ആൾക്കാർ കയറട്ടെ എന്ന് കരുതി. കാരണം മുഖ്യമന്ത്രിക്ക് ആളില്ലാതിരുന്ന അദ്ദേഹത്തിന് ഹാലിളക്കും. ഇത് കൃത്യമായിട്ട് സഖാക്കന്മാർക്ക് അറിയാം. ഇനിയിപ്പോൾ അവിടെ വിദേശത്തോട്ട് പോയിട്ട് അവിടെ ഏത് സഖാക്കന്മാരോട് അദ്ദേഹം പരാതി പറയും, ദേഷ്യം പ്രകടിപ്പിക്കും എന്നുള്ള അറിയാൻ പറ്റില്ല. കാരണം മൈക്കിനോടല്ലാതെ അദ്ദേഹത്തിന് ഇനി ആരോടും പരാതി പറയാൻ പറ്റില്ല. കാരണം ആള് വേണ്ടേ. ആളില്ലാതെ എന്ത് ചെയ്യും? ഇപ്പോൾ എല്ലാ സംഘടനകളും പ്രവാസി സംഘടനകളും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. കാരണം ഇവിടെ കേരളത്തിൽ തള്ളി മറിക്കുന്നതോളം പ്രവാസികളുടെ അടുത്ത് നടക്കത്തില്ല. അവര് ശ്രീജയ്ക്ക് അറിയാം. ശ്രീജ ഗൾഫ് നാടുകളിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഞാൻ പോയിട്ടുണ്ട്. കാരണം അവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു പക്ഷേ AC റൂമുകളിൽ ഇരുന്ന് കാണുവാനും AC കാറുകളിൽ നിന്ന് സഞ്ചരിക്കുമ്പോഴും വളരെ മനോഹരമായ രാജ്യങ്ങളാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി 1 മണിക്കൂർ കഴിയുമ്പോഴാണ് ചുട്ടുപൊള്ളുന്ന തീ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വല്ലാത്ത മരുഭൂമിയുടെ ചൂട് നമുക്ക് അനുഭവിക്കുന്നത്. അവിടെ രാവോളം കഷ്ടപ്പെടുന്ന പ്രവാസികളെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ താമസിക്കുന്ന എൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴെ ഞാൻ എപ്പോഴും നോക്കുമ്പം ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ നിൽക്കുന്ന മലയാളികളും അത് ഇന്ത്യക്കാരും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. വേർത്തൊലിച്ച് ഒരു തണൽ പോലും ഇല്ലാണ്ട് അവരിയ്ക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ തളം കെട്ടി ഇങ്ങനെ വെള്ളം കിടക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണ് വേർപ്പാണത് അത്രയും. അതായത് ഗൾഫിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു പ്രവാസിയുടെ മകളെന്ന നിലയിൽ പ്രവാസികൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളൊപ്പം പ്രവാസികളുടെ കുടുംബം അനുഭവിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. അതെ, കുടുംബത്തോടൊപ്പം ശ്രീജിക്ക് അത് മനസ്സിലാകും. കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു നല്ല പ്രായം അത്രയും മമ്മൂട്ടിയുടെ ഒരു സിനിമ തന്നെയുണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പം നല്ല പ്രായം അത്രയും എന്താണ് കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസികൾ ഒരു പക്ഷേ അതിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഉള്ളൂ നല്ല ജോലിയുള്ളത്. ബാക്കി എല്ലാവരും ഒരു പക്ഷേ കഷ്ടപ്പെടുന്നവരാണ്. അപ്പം അത്തരത്തിൽ അവർ ഓരോ നാണയങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഓരോ പണവും സ്വരൂപിച്ച് കൂട്ടിവെച്ച് അവർ നാട്ടിലേക്ക് അയക്കുമ്പോൾ അവരുടെ ഒരു വലിയ പ്രതീക്ഷയും ജീവിതമാണ്. പക്ഷെ അതിൽ നിന്നും സർക്കാരിന് കിട്ടുന്ന വലിയൊരു ലാഭമുണ്ട്. പ്രവാസികളുടെ ടാക്സ് അല്ലെങ്കിൽ പ്രവാസികളുടെ വരുമാനവും പണവും ഒക്കെ സർക്കാരിന് ഉണ്ടാക്കുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ തള്ളി മറിക്കുന്നത് പോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചൂട്, ഉള്ളിലുള്ള ചൂട് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞതിൻ്റെ വേദനയൊക്കെ എല്ലാ പ്രവാസികൾക്കും ഉണ്ട്. അതിനി ഞാൻ ഈ പറഞ്ഞോണം മരുഭൂമി കഷ്ടപ്പെടുന്നവർക്കും ഉണ്ട്, അല്ലാതെ AC റൂമുകളിൽ ഇരിക്കുന്നവർക്കും ഉണ്ട്. കാരണം കേരളം എന്നത് പറയുന്നത് ഓരോ ജന്മനാടും ഓരോ വ്യക്തികൾക്കും വളരെ വിലപ്പെട്ടതാണ്. അത് ഒരു അന്യ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു പക്ഷേ ഇത് ഞാൻ കേൾക്കുന്ന പ്രവാസികളോ പ്രവാസികളുടെ വീട്ടുകാർക്കൊക്കെ അത് ആ ഒരു വേദന മനസ്സിലാവത്തുള്ളൂ. അവിടെ കയറി അങ്ങോട്ട് പണിയാൻ ചെന്നാലേ അവർ തിരിച്ചിട്ട് അവർ മൈൻഡ് ചെയ്യത്തില്ല. ഇതിപ്പം
KMCC, OICC, IYCC ഇങ്ങനെ തുടങ്ങിയ നിരവധി സംഘടന, അതായത് ചുരുക്കം പറഞ്ഞാൽ എല്ലാ സംഘടനകളും പിണറായിയുടെ ഇത് ബഹിഷ്കരിച്ചു. പിണറായി താമസിക്കുന്ന ലക്ഷറി ഹോട്ടലിലൊക്കെയാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ വെള്ളി, ശനി, ഞായറൊക്കെ അവിടെ അവധിയാണല്ലോ, വെള്ളിയാഴ്ച മുതൽ അവധിയാണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 3 ദിവസങ്ങളിലേക്ക് ഈ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസംഗം പോയിട്ട് ആ കസേരയിൽ ഇനി ആരെങ്കിലും കാണുമോ എന്നുള്ളത് അറിയില്ല. കുറച്ച് CPM പ്രവർത്തകരല്ലാതെ ഈ അന്ധമായിട്ട് ഈ ഓരോന്നിലും വിശ്വസിക്കുന്ന ഓരോ പ്രവർത്തകരുണ്ടല്ലോ, അവർ കുറച്ച് പേര് വിരലിൽ എണ്ണാവുന്ന 5-6 പേര് കാണും മൈക്കിലൂടെ ഘോരമായിട്ട് പ്രസംഗിക്കുന്നതും തള്ളുന്നതും കാണാം. ഇനി ആരും ഇല്ലെങ്കിൽ ഒരു പക്ഷേ പരിപാടി ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് ഇങ്ങ് എത്തും. അതും പേടിക്കേണ്ട കാര്യമില്ല. സൗദിയിലോട്ട് പോകണ്ടെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബഹ്റിനിൽ തന്നെ ചുറ്റിക്കറങ്ങി നിന്നിട്ട് ഇത് പോയി. ഇതായാലും നമുക്ക് ബഹ്റിനിൽ എന്തൊക്കെയാണ് പിണറായി വിജയൻ ഇട്ട് തള്ളുമറിച്ച് അന്ന് 2017 തള്ളിയത്. കാരണം അത് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള, ഇപ്പോഴും അവർ അതാ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ 2017 അടുത്ത തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണ് അവിടെ ചെന്ന് പ്രവാസികൾക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്തുവരും. അത് ബഹ്റിനിൽ മാത്രമല്ല മിക്കയിടത്തും. എനിക്ക് തോന്നുന്നു 2017 ആ സംഗമത്തിൽ ഈ പാർട്ടി ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒന്നിച്ച് പ്രവാസികൾ ഓരോ സംഘടനകളും അവിടെ പ്രധാനമായും എത്തുകയായിരുന്നു. കാരണം എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്? കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ ഒരു ചെറിയ തരിമ്പെങ്കിലും വിശ്വാസമുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖത്തിലും ദുരിതത്തിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം അവർക്ക് പ്രവാസി നിലയിൽ കിട്ടും എന്നവർ വിചാരിച്ചു. പക്ഷേ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമല്ല ആ പ്രസ്ഥാനം തന്നെ ഒരു മുഖ്യമന്ത്രി ഏതായാലും. പക്ഷേ നമ്മൾ ഒന്ന് ആ പ്രഖ്യാപനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നട്ടാ കുരുക്കാത്ത കള്ളം പറയുന്ന പോലെയാണ്. അതും ബഹ്റൈൻ പോലെയുള്ള രാജ്യത്ത് കയറി മറ്റൊരു രാജ്യത്ത് കയറി നമുക്ക് കേരളത്തിൽ നിന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടി ഒന്ന്. അത് പ്രവാസികൾക്ക് കുറച്ച് ലോകപരിചയം വിവരമൊക്കെ ഉള്ളതാണ്. അവിടെ നിന്ന് വെച്ചാൽ പലവിധ രാജ്യങ്ങളിലെ ആൾക്കാരുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. അവിടുത്തെ രാജ്യത്തിൻ്റെ കാര്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളും ഒക്കെ ഈ പ്രവാസികൾക്കറിയാം. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ ഇങ്ങനെ ഒത്തൊരുമിച്ച് ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ കിണറ്റിനകത്ത് കിടക്കുന്ന തവളയെ പോലെയാണ് നമ്മൾ. പക്ഷെ അവിടെ അങ്ങനെയല്ല, ലോകപരിചയമുണ്ട്. ഒരു റൂമിൽ തന്നെ നിരവധി രാജ്യങ്ങൾ ഒരുമിച്ച്. അപ്പോൾ അവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവർ ചർച്ച ചെയ്യും. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയും കാര്യങ്ങളും ഒരുപക്ഷെ മലയാളികൾക്ക് നാണക്കേടായിരിക്കും പലതും പറയാൻ, ഇവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ. ഏതായാലും പ്രവാസികൾക്ക് കൊടുത്ത അന്നത്തെ പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ ഒന്നും. ബഹ്റിനിലെ കേരള പബ്ലിക് സ്കൂളാണ്, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ്, കേരളത്തിൽ ബഹ്റൈൻ്റെ പേരിൽ സാംസ്കാരിക നിലയം, പിന്നെ കേരളത്തിൽ ബഹ്റൈനികൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സാ സൗകര്യം, കേരള പബ്ലിക് ക്ലിനിക്ക്, പിന്നെന്ത് നിയമ സഹായ സെൽ, ഇങ്ങനെ നിരവധി. മാത്രമല്ല ഇത് മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഈ പ്രവാസികൾക്ക് കൊടുക്കുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടാൽ 6 മാസത്തെ ശമ്പളം, അതേപോലെ തന്നെ താൽക്കാലിക ശമ്പളം നൽകിക്കൊണ്ട് താൽക്കാലിക സുരക്ഷ നൽകും. പിന്നെ പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർക്ക് സ്പെഷ്യൽ പെൻഷൻ അനുവദിക്കും. പിന്നെ നല്ല നിലയിൽ ജോലി ചെയ്തു വരുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ജോബ് പോർട്ടൽ ആരംഭിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവരെ പുനരധിവസിപ്പിക്കും. മലയാളം പഠിപ്പിക്കുന്ന നല്ല രീതിയിൽ നടത്താവുന്നതുമായ കേരള പബ്ലിക് സ്കൂൾ, പോളിടെക്നിക്ക്, എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ആരംഭിക്കും. ഒറ്റയ്ക്ക് താമസിച്ചു ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാക്കി. എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ! ഒരു പക്ഷേ പ്രവാസികളല്ല അതിൽ വീണെന്ന് തന്നെ പറയാം. വിദേശ രാജ്യങ്ങളിലെ തൊഴിലാളികൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ വലിയ തുക വാടക നൽകിയിട്ടുള്ള താമസം, അതിന് പരിഹാരമായി കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാൻ പറ്റുന്ന കുടുംബ നഗരങ്ങൾ എന്ന പേരിൽ പൊതു സ്വകാര്യ സഹകരണത്തോടെ സ്പെഷ്യൽ ടൗൺഷിപ്പ് ആരംഭിക്കും. പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് വിദേശ രാജ്യങ്ങളിൽ നല്ല ചികിത്സ ലഭിക്കുന്നില്ല എന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലിനിക്കുകൾ ആരംഭിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഘോരമായിട്ടാണ് പ്രവാസികളെ പറ്റിക്കാൻ വേണ്ടി അന്ന് പിണറായി വിജയൻ ബഹ്റിനിൽ പോയത്. അപ്പോൾ ഇത് 8 വർഷമായപ്പോഴാ ബോധം, അയ്യോ ഞാനന്ന് ഞങ്ങളുടെ മലയാളികളായ കുറച്ച് ആൾക്കാർക്ക് അവിടെ കൊടുത്തില്ല, എന്നാൽ പിന്നെ അവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഒന്നും കൂടെ ഒരു 8 വർഷത്തേക്ക് പിടിക്കാം എന്നുള്ള രീതിയിലായി ഇപ്പോൾ പോയേക്കുന്നത്. പക്ഷെ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി അത് തുറന്നടിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കറിയാം ഓരോ സംഘടനയ്ക്കും ഓരോ പാർട്ടി ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ഓരോ പാർട്ടികളുടെ പിന്തുണയുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ എന്നിരുന്നാലും ഇവർ ഇതൊന്നും തന്നെ നോക്കാതെ 2017 പോയവരാണ്, അദ്ദേഹത്തെ സ്വീകരിച്ചവരാണ്. ഇതിൽ ഒരു കാര്യം പോലും എനിക്കൊന്നും ക്ഷേമ പെൻഷൻ 5000 രൂപയാക്കാം എന്നുള്ള, പ്രവാസികളുടെ പെൻഷൻ 5000 രൂപയാക്കാം എന്നുള്ളൊരു പദ്ധതിയുണ്ട്, ഒന്നുപോലും നടപ്പിലാക്കാൻ കഴിയാതെ എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ എങ്ങനെയാണ് ആ സമൂഹത്തിന്റെ മുന്നിൽ
ഇവർ പറഞ്ഞ കുറേ എഞ്ചിനീയറിംഗ് കോളേജ്, സംസ്കാരം എന്നില്ല, കേരളത്തിൽ മര്യാദയ്ക്ക് നല്ലത് കിട്ടുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തുള്ള തുടർച്ചയായിട്ടുള്ള പല സംരംഭങ്ങളും മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ ഇത് അന്ന് വിശ്വസിച്ച ബഹ്റൈനിലെ പ്രവാസികളോടാണ് എനിക്ക് പറയാനുള്ളത്, ഇത് പിണറായിയാണ്, ഇത് കേരള രാഷ്ട്രീയമാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള നട്ടാക്കുരുക്കാത്ത രാഷ്ട്രീയക്കാർ പറയുന്നതും കേട്ട് വിശ്വസിച്ച് നിങ്ങൾ അവർക്ക് കുഴലൂത് നടത്തരുത് എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഇത് ഇത്രയും കാര്യങ്ങൾ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ നടത്തുന്നില്ല. നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറഞ്ഞത് കൂപ്പ് കുത്തി കിടക്കുക, എന്നിട്ടാണ് ഇനി അവിടെ പോയി എന്താ പറയുന്നത് ക്ലിനിക്കുകൾ തുടങ്ങുന്നത്. അതായത് അത്രയ്ക്ക് ഭരണം ഈ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ ഇനി ഇതെന്ന് പറയുന്ന ഒരു ഫണ്ടാണ്. ഇനിയിപ്പോൾ ഇവർ പങ്കെടുത്തില്ലെങ്കിലും ഈ പറയുന്നോണം ഇത് പരിപാടി എന്ന് പറഞ്ഞാണ് പോകുന്നത്. എന്നെ എത്രയോ പേര് വിളിച്ചു, ഇവിടെ ആരും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലായി. ഒറ്റ പൊതുപരിപാടിയിലെ KMCC YCC ഒക്കെ മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഇദ്ദേഹത്തെ ക്ഷണിച്ചത്? ഇദ്ദേഹത്തിന് മലയാളി അസോസിയേഷനിൽ ആരാണ് ക്ഷണിച്ചു പോയിരിക്കുന്നത്? എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി? അതൊന്നുമല്ല, വരുന്ന തെരഞ്ഞെടുപ്പാണ്, ഫണ്ട് വേണം. CPM-ന് ഫണ്ട് വേണം. ഫണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് അവിടുത്തെ ചില പ്രവാസികളുണ്ട്, ചില ബിസിനസ് ഗ്രൂപ്പുണ്ട്, ഇത്തരത്തിലുള്ള കുറച്ച് വ്യക്തികളെ കാണണം. അത് കൃത്യമായിട്ടുള്ള ഇടപാടുകൾ നടത്തണം. അത് ഇതിൻ്റെ മറവിൽ പോകുന്നു എന്നല്ലാതെ യാതൊന്നും. ഇപ്പം മുഖ്യമന്ത്രിക്ക് അവിടെ ചെന്ന് ഇനിയിപ്പം പ്രസംഗിക്കണമെന്നോ അല്ലെങ്കിൽ ഇവരെ ഈ പ്രവാസികളുടെ കാര്യങ്ങൾ നടത്തണോ അവരുടെ പ്രതിഷേധത്തിൽ ഒന്ന് നോക്കണമെന്നൊന്നുമില്ല. അദ്ദേഹം ഇവിടുത്തെ പ്രതിഷേധം സെക്രട്ടേറിയറ്റ് ഇന്നലെ മഹിളാ മോർച്ചയോ അടിച്ച് തകർക്കുമായിരുന്നു. സ്ത്രീകൾ വരെ ഇപ്പൊ സെക്രട്ടേറിയറ്റിനകത്ത് കയറാൻ വേണ്ടിയിട്ട് അടിച്ച് തകർക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു ധൈര്യത്തിലാണ് പിണറായി വിജയൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ നോർക്ക വഴിയുള്ള ഇൻഷുറൻസ് പദ്ധതി അത് ഇപ്പോൾ നവംബർ 1 മുതൽ നടപ്പിലാക്കാൻ പോവുകയാണ്. ഒരു വർഷം 13,000 രൂപയാണ് പ്രവാസികൾ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് 5 ലക്ഷം രൂപയാണ് സ്കീമിൽ ലഭിക്കുന്നത്. എന്നാൽ ആ പല സംശയങ്ങളുണ്ട്. ഇതിപ്പോൾ നവംബർ 1 നടപ്പാക്കുമ്പോൾ പ്രവാസികളോട് ഒരു കാര്യം ചോദിച്ചില്ല. കാരണം അവരുടെ ബുദ്ധിമുട്ട് അവർ തന്നെയല്ലേ പറയേണ്ടത്. അവരുമായി ഒരു ചർച്ച നടത്തുകയൊന്നും ചെയ്തിട്ടില്ല. ശരി, സമ്മതിക്കുന്നു. അവരുടെ 1-2 സംശയങ്ങൾ എന്ന് പറയുന്നത് ഈ സ്കീം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ ഈ പണം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം മുതൽ അടയ്ക്കുന്ന പ്രീമിയത്തിൽ എന്തെങ്കിലും തുക കുറയുമോ, അല്ലെങ്കിൽ അടുത്ത വീണ്ടും ഈ പ്രീമിയം അത് ആഡ് ഓൺ ചെയ്യുമോ, അങ്ങനെയുള്ള പല സംശയങ്ങളുമുണ്ട്. ഈ സംശയങ്ങളൊന്നും സാധൂകരിക്കാതെയാണ് ആ ഒരു പ്രഖ്യാപനം നടത്തുന്നത് നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. ഇനി ഈ ധൈര്യത്തിലാണ് പോകുന്നതെങ്കിലും അത് ഖണ്ഡിക്കാനും അവിടെ പ്രവാസികൾ തയ്യാറായിട്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഈ പരിപാടികൾ ഒരുപക്ഷെ വിദേശ രാജ്യത്തിൽ പാളിപ്പോയാൽ പിണറായി വിജയന് കിട്ടുന്ന ഒരു വല്ലാത്തൊരു അടിയായിരിക്കും, കാരണം നാണക്കേടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊന്നും കേരളത്തിലെ നേതാക്കന്മാർ അത്തരത്തിലൊന്നും അങ്ങോട്ട് പോയിട്ടില്ല. എനിക്ക് 2016 അപ്പോഴെപ്പോഴും കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് മസ്കറ്റിലൊക്കെ പോയിട്ടുള്ളത്. 26 വർഷങ്ങൾ, അതായത് 26 വർഷങ്ങൾക്ക് മുൻപെയാണ് വിദേശത്തേക്ക് പോകുന്നത്. കാരണം പ്രവാസികൾക്ക് വേണ്ടുന്ന ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇവിടെ നിന്നും ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഇനിയിപ്പം അവരുടെ ഒരു സംഘടനയുടെ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ സംഘടനാ ഭാരവാഹികൾ ചർച്ച ചെയ്യുക, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നല്ല. പക്ഷേ ഇതൊക്കെ 8 വർഷമായിട്ട് നടപ്പിലാക്കാത്ത കാര്യം പിന്നീട് പോകേണ്ട കാര്യം. അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മുഖമുയർത്തി അന്തസ്സായിട്ട് നടുവ് വളഞ്ഞാണെങ്കിൽ ഇരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഉള്ള നട്ടലിലൊക്കെ അവിടെ പോകാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പിണറായി വിജയൻ്റെ ഒരു അനാവശ്യ ഒരു പോക്ക് തന്നെയാണ്. ദൂർത്തടിക്കാനുണ്ടല്ലോ, അത് വേറെ ഭാഗം. പക്ഷേ ഇത് അദ്ദേഹത്തിന് ലാഭമുണ്ട്, പാർട്ടിക്കും ലാഭമുള്ള കാര്യം ഇതിന് അടിക്കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ പ്രവാസികൾക്ക് ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. കാരണം ഇപ്പോഴും പ്രവാസികൾ അവരവർ കഷ്ടപ്പെടുന്നു, അവരവർ ഇത് ചെയ്യുന്നു, ജീവിക്കുന്നു, അവർ ഇടുന്നു, അല്ലാതെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊന്നും. പക്ഷെ അവരുടെ വരുമാനത്തിൻ്റെ എത്രയോ ശതമാനം ടാക്സ് ആയിട്ടും ഒക്കെ നമ്മുടെ സ്റ്റേറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു ലാഭമാണ് നമ്മുടെ സ്റ്റേറ്റിന് കിട്ടുന്ന വലിയ പ്രവാസി വരുമാനം എന്ന് പറയുന്ന ഭയങ്കര ഒരു ഇതാണ്. പക്ഷെ അതൊക്കെ അതുകൊണ്ട് തന്നെ ഈ പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ പുറമേ ഒന്നുമില്ല. എനിക്ക് ചുറ്റുമുള്ള പ്രവാസികളുടെ കാര്യം നമുക്ക് ഇതിനെപ്പറ്റി ഇതൊന്നും അറിയില്ല. അവർക്ക് ഈ സ്കീമുകളെ പറ്റിയൊന്നും പലർക്കും അറിയില്ല, സാധാരണക്കാർക്ക് അറിയില്ല. പിന്നെ ചില പ്രവാസികൾക്ക് മാത്രം നോർക്കയായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംഗതികൾ നടത്തുന്നു എന്നല്ലാതെ പലർക്കും പലതും അറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ മലയാളികളെ പറ്റിക്കുന്നത് പോലെ മലയാളി പ്രവാസികളെ പറ്റിക്കാം എന്ന് കരുതിയ പിണറായി വിജയൻ ഇവിടെ തെറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും അവിടെ നല്ല പ്രതിഷേധം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ലൈവ് കാണാൻ സാധ്യതയില്ല. കാരണം അവിടെ ഇനി ഏതെങ്കിലും ആൾക്കാർ മൊബൈൽ ഫോൺ ഓണാക്കി എങ്ങാനും ആർക്കെങ്കിലും വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ. എന്നാലും ഇവിടെ കിടന്ന് അദ്ദേഹത്തിന് പിന്നെ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം ഇത്രയും ശബരിമല വിഷയത്തിൻ്റെ ഇടയിലാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ഈ തങ്ങളുടെ ഭരണത്തിൻ്റെ ഇടയിൽ നടക്കുന്ന കൊള്ളരുതായ്മയും
ഇതും ഓരോന്നും എത്ര കേസുകളാണ് വരുന്നത് മക്കൾക്കെതിരെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിക്ക് വരുന്നത്. അതൊക്കെ എന്തുകൊണ്ട് തടഞ്ഞു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് പല കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ ഇവരെയൊക്കെ CPM-നെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കേട്ടാൽ വിശ്വസിക്കുന്ന തരത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ അവരൊക്കെ മറിച്ച് ചിന്തിക്കുക. നമ്മളെപ്പോഴും ഒരു അന്ധമായിട്ട് ഒരു രാഷ്ട്രീയത്തെ മതത്തെയും വിശ്വസിക്കും. നമ്മൾ കുറച്ച് മാറി നിന്നൊന്നും ചിന്തിക്കണം, ഇതിൽ ശരി ഏത് തെറ്റേതെന്ന്. ഇത് മലയാളികൾ ചിന്തിക്കുന്നില്ല. ഒരുപക്ഷെ എനിക്കൊന്ന് ഇതിന് അന്യ സംസ്ഥാനത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് സ്നേഹം കൂടുതലൊക്കെ ഉണ്ടെങ്കിലും ഈ രാഷ്ട്രീയക്കാരുടെ ചില കളരുതായ്മകളിലൊക്കെ കാണുമ്പോൾ അവർക്ക് അതുകൊണ്ടാണ് അവിടെ എന്താ പറയുന്നത് ഒരു ചാഞ്ചാട്ടം വരുന്നത്, എപ്പോഴും രാഷ്ട്രീയത്തിൽ ഒരു ചാഞ്ചാട്ടം വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് പറയുന്നു അത് കേൾക്കാൻ, അത് ഏത് സഖാക്കന്മാർ പറഞ്ഞാലും കേൾക്കാൻ കുറേ അണികളുണ്ട്. അവർ അതിൽ നിന്ന് മാറില്ല. ഒരുപക്ഷെ മതം പോലും ഇത്രയും വിഷം ചീറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്ന ജീവനേക്കാളും അധികമാണ്. പക്ഷേ അത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിനപ്പുറം മറുഭാഗം എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ഇതിലെ നേതാക്കന്മാർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾക്കൊക്കെ കൈയടിക്കുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മാറരുത് എന്നുള്ളത്. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നവനാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഈ പറയുന്നത് പോലെ എന്ത് പറഞ്ഞു, ഇപ്പോൾ പിണറായി ചെയ്ത അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ കേസ് വന്നിട്ട് എന്തായി? ഇല്ല, 24 തവണ വിളിച്ചാൽ എന്തായി? മറ്റേ മാസപ്പടി എന്തായി? ലൈഫ് മിഷൻ എന്തായി? ലാവ്ലിംഗ് കേസ് എന്തായി? അദ്ദേഹത്തിൻ്റെ കൈ ശുദ്ധമാണ്. അതുകൊണ്ടാണ്. അതല്ല, അതിനപ്പുറം മറ്റു പല കളികളുണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട് എന്ന് വിവേചന ബുദ്ധിയോടെ യുക്തിയോടെ ചിന്തിക്കാനുള്ള മലയാളികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ബഹ്റിനിലേക്ക് പോയ മുഖ്യമന്ത്രിയെ കേരളം ഇപ്പോൾ കാത്തിരിക്കുന്ന ശബരിമല വിഷയം BJP വല്ലാത്ത രീതിയിൽ ആദ്യമൊന്നും BJP ഏറ്റെടുത്തില്ല. പക്ഷേ കേന്ദ്രത്തിൽ നിന്നുള്ള കറക്റ്റായിട്ടുള്ള നിർദ്ദേശമായിരിക്കാം ശബരിമല വിഷയത്തിൽ ഏറ്റെടുക്കണമെന്നുള്ളത്. ഒരു പക്ഷേ ഇപ്പോൾ അത് ഏറ്റെടുത്തില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ BJPക്ക് അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ഭൂരിപക്ഷ വോട്ടുകൾ BJPയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഹിന്ദു വോട്ടുകൾ അത് ഒരു പക്ഷേ മോദിയുടെ ഒരു പ്രഭാവം കൊണ്ട് തന്നെയായിരിക്കാം. പക്ഷേ അത് ഈ ഒരു ശബരിമല വിഷയത്തിൽ BJP മാറി നിന്നാൽ ആ വോട്ടുകൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും വീണ്ടും ഈ പറയുന്നത് ശബരിമല വിഷയം ആഞ്ഞടിക്കാൻ BJP തീരുമാനിച്ചിരിക്കും. ആദ്യമൊന്നും അത്രയ്ക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് വലിയ രീതിയിൽ. അപ്പോൾ ഇത്രയും വലിയ വിഷയം ഇന്നിപ്പോൾ എന്താണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാ കുറ്റവും സമ്മതിച്ചിട്ടുണ്ടോ? ഏതൊക്കെ ഉദ്യോഗസ്ഥരുണ്ട് തത്ത പറയും പോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊന്നും അങ്ങനെ അവർ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ബാക്കി അന്വേഷണം തുടരുകയാണ്. ഇന്ന് റാന്നിയിൽ കൊണ്ടുപോവാണ് ഇത് മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രവാസികളെ കാണാനുള്ള സംഗമത്തിന് പോയിരിക്കുന്നത്. പക്ഷെ അവിടെയും പ്രവാസികൾ വെറുതെ വിടത്തില്ല. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ പല കാര്യങ്ങളും ദൂരെ ഇരിക്കുന്ന പ്രവാസികൾക്കും അറിയാം. അവരും വിശകലനം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അവർക്കും വിരോധം അല്ല, അവരെയും പറ്റിക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രഖ്യാപനങ്ങൾ നൽകുന്നത്? നമുക്ക് പാലിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ വാഗ്ദാനം കൊടുക്കരുത്. ഒരുപക്ഷെ പ്രവാസികൾക്ക് നമ്മുടെ ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇവിടെ കോളേജിൽ വരും, ഞങ്ങൾ ഭരിക്കുമ്പോൾ മറ്റേത് വരും, ഇതൊക്കെ എല്ലാവരും കേട്ടിട്ട്. പക്ഷെ അതുപോലെയല്ല പ്രവാസികൾക്ക്. അവർ വലിയ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർ പറയില്ല. അവർക്ക് ആവശ്യമുള്ള മിതമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കൂടി ആലോചിച്ച് പറയും. ഒരുപക്ഷെ അവിടുത്തെ നിലനിൽപ്പിന് ഇപ്പോൾ ക്ലിനിക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാം ശ്രീജ. അവിടെ ഒരു ട്രിപ്പ് ഇടണമെങ്കിൽ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു 5-6 ദിവസം പോകുന്നതിൻ്റെ ഇരട്ടി ചിലവാണ് അവിടെ പോയി ഒരു ട്രിപ്പ് ഇടുന്നതിന്. അത്രയ്ക്ക് ഒരു ഡോക്ടറെ കാണുന്നതിനൊക്കെ അത്രയ്ക്ക് പണമുള്ളവർക്കേ പറ്റത്തുള്ളൂ. പരമാവധി അവിടെയുള്ള പ്രവാസികളൊക്കെ സ്വന്തമായിട്ട് ചികിത്സ ചെയ്ത് അവർ ഒരു മെഡിസിനൊക്കെ കഴിച്ച് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകാരുടെയൊക്കെ സഹായത്തിൽ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അവർക്കറിയാം ഒരു ക്ലിനിക്കിൻ്റെ ആവശ്യകത എന്താണ്. അപ്പോൾ അവർ പറയുന്ന ന്യായമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ സാംസ്കാരിക നിലയൊന്നും സ്ഥാപിച്ചില്ലെങ്കിലും കേരളത്തെ അങ്ങ് വലിയ ഇതൊന്നും ആക്കിയില്ലെങ്കിലും അത്യാവശ്യമുള്ള അവരുടെ ചില കാര്യങ്ങളെങ്കിലും ഒരു പക്ഷേ സാധിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയൻ ഈ നാണക്കേട് സംഭവിക്കില്ല. ഇന്ന് ആ പ്രവാസികളുടെ മുന്നിൽ തല കുനിച്ചിരിക്കട്ടെ. പ്രവാസികൾ എന്ന് പറയുമ്പോൾ ബഹ്റൈൻ മാത്രമല്ല ഉറ്റുനോക്കുന്നത്. അത്രയും അറബ് രാജ്യങ്ങൾ, ഒരുപക്ഷെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്ന അവരെല്ലാം ചേർത്താണ്. അപ്പോൾ ഇവരുടെയൊക്കെ മുന്നിൽ പിണറായി വിജയൻ നാണക്കെടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇവരൊക്കെ അവിടെ നിന്നുള്ള വോട്ടുണ്ട്. ഈ വോട്ടിൻ്റെ ഇത്രയും ഒരു സംഘടനകൾ മാറി നിൽക്കുമ്പം തന്നെ ഇതിനിപ്പോൾ വലിയ വാർത്തയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ വോട്ട്
പോവുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിനോട് ഒരു ചായ്വാണ് ഇപ്പോൾ പ്രവാസികൾക്കുള്ളത്. അപ്പോൾ അവരെങ്കിലും ഇനി ഇവരുടെ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയില്ലേലും പ്രഖ്യാപനങ്ങൾ വേണ്ട, പക്ഷെ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അത് നടത്താനുള്ള ഒരു ബാധ്യതയും കൂടെ നമ്മുടെ, അതായത് പ്രഖ്യാപനങ്ങൾ വെറും പാഴ്വാക്കാകാതെ ചങ്കൂറ്റത്തോടുകൂടി നടത്തി കാണിച്ചിട്ടാണ് പ്രവാസികൾക്കിടയിലേക്ക് പോകുകയെങ്കിൽ ഇരു കൈയും നീട്ടി പ്രവാസികൾ സ്വീകരിച്ചേനെ. ഇതിപ്പോൾ ചെരുപ്പുമാലയാണോ അടിയാണോ ഇടിയാണോ കിട്ടുക എന്ന് പോലും അറിയാൻ കഴിയാതെ ഒറ്റയ്ക്കിരിക്കുന്ന സ്റ്റീൽ കസേരയിലാണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത സാഹചര്യം. കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. നമസ്കാരം.